ഗ്രീസ്റ്റാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അന്നേരം ഇത് 2 ദിവസം മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ, ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. ശനിയാഴ്ച വൈകുന്നേരം ശാമാട്ട പണിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങളിതൊന്ന് ടൗണിൽ പോവുകയാണ് കേട്ടോ. ഒരു കാര്യം ഉണ്ടായിരുന്നിട്ടില്ല, വെറുതെ നിന്ന ഞങ്ങളോട് പറഞ്ഞു നമുക്ക് ടൗണിൽ പോകാൻ മാറ്റിക്കോന്നാണ്. അത് കേൾക്കേണ്ട താമസം നമ്മളെല്ലാവരും കൂടെ റെഡിയായി ഇതാ പോകാൻ വേണ്ടി തുടങ്ങണം കേട്ടോ. പോയ പോക്ക് എന്താ ശാമാട്ടൻ്റെ 1000 റുപ്യ പൊടി കെട്ട് തീർന്നു കിട്ടി, അത്ര മാത്രം, വേറെ വലിയ കാര്യം ഉണ്ടായില്ല. അതൊരു നേരത്തെ വന്നായിരുന്നു കേട്ടോ, പണി കഴിഞ്ഞിട്ട് 4-5 മണിയാകുമ്പോഴത്തേക്ക് വന്നായിരുന്നു. ഒരു 6:30 ആയപ്പോൾ കേട്ടോ ഞങ്ങൾ പോയത്. 6 മണി കഴിഞ്ഞ് വീട്ടിൽ നിന്ന് മുകളിലേക്ക് കയറി നോക്കുമ്പോൾ എൻ്റെ തല നിറച്ചൊരു വെള്ള കളർ, നോക്കുമ്പോൾ ഒരു ഉറുമ്പില്ലേ, ഈ കടിക്കാത്ത ടൈപ്പ് ഒരു സൈസ് ഉറുമ്പുണ്ട്, അതിങ്ങനെ സീലിങ്ങിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ചൂടായി കഴിയുമ്പോൾ വന്നിരിക്കും കേട്ടോ. അത് തല നിറച്ച് ചാടിയിരിക്കുന്നു. അങ്ങനെ മക്കളെല്ലാവരും കൂടെ തട്ടിപ്പെറുക്കി അത് കളഞ്ഞു കേട്ടോ. അരെ പോകുന്ന പോക്കിൽ ഞങ്ങൾ ഫോണിലേക്ക് നോക്കുമ്പോഴേ സന്ധ്യ മയങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ശാമാട്ട അത് മുകളിലെത്തിയിട്ടാ. സന്ധ്യ മയങ്ങിയോണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഭയങ്കര ഉള്ളതിനെക്കാട്ടിലും ഭയങ്കര കളറ് തോന്നുന്നു ഫോണിലിട്ട്. അന്നേരം അത് പറഞ്ഞിട്ട് ഞങ്ങൾ ചിരിക്കപ്പോൾ സായിപ്പായ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിക്കാണ്ട. എല്ലാവരും ഭയങ്കര കളറ്. അന്നേരം പൊന്നൂസിനത് വിശ്വസിക്കാൻ പറ്റില്ല. പൊന്നൂസ് ചിരിയായിരുന്നു കേട്ടോ. ഇത് ഡ്രസ്സെല്ലാം മാറ്റി കഴിഞ്ഞപ്പോൾ നിങ്ങൾ ചോദിക്കും ഞങ്ങളെന്താ ഡ്രസ് കോഡാക്കിയിട്ട് പോവാണെന്നിട്ട്. അല്ല കേട്ടോ, ഡ്രസ്സെല്ലാം മാറ്റി കഴിഞ്ഞാൽ അറിഞ്ഞത് ഞങ്ങളെല്ലാവരും ഒരേപോലെ വൈറ്റ് ആൻഡ് ബ്ലാക്കിലാണ് ഉള്ളത് എന്നുള്ളത്. അപ്പം അന്നേരം ഞങ്ങൾ ഡ്രസ് കോഡൊന്നും ഉണ്ടായിരുന്നിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ ചാമാട്ടം എന്ന് പറഞ്ഞാൽ ക്യാമറയിലേക്ക് ഒന്ന് നോക്കുക പോലും ചെയ്യുന്നില്ല കേട്ടോ, മൈൻഡാക്കാതെ നിൽക്കുകയാണ്. ഒരു വിധത്തിലാണ് ആ മനുഷ്യനെ ഞാനൊന്ന് ഫോണിലേക്ക് നോക്കിച്ചത്. ഒരു വിധത്തിലേക്ക് പറഞ്ഞ് ചാമാട്ടൻ്റെ വീഡിയോയിലേക്കൊക്കെ നോക്കിച്ചിട്ടാണ് കേട്ടോ ഈ യാത്ര. അതാ ഞങ്ങൾ പോകുന്ന വഴി ഇവിടെയൊക്കെ നിറച്ച് ചായച്ചെടി ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വെട്ടി മോൾ കവാത്തെടുക്കാൻ തന്നെ മോൾ ഭാഗം മാത്രം ചായച്ചെടീൻ്റെ എത്രയോ വർഷം കഴിയുമ്പോൾ അതിങ്ങനെ വെട്ടു കേട്ടോ. അന്നേരം അടുത്ത മഴ കഴിയുമ്പോഴത്തേക്ക് അത് തളർത്ത് വരും. അങ്ങനെ ഉണ്ട് കേട്ടോ. അന്നേരം അങ്ങനെ വെട്ടിക്കളഞ്ഞു പോകുന്ന വഴിയൊന്നും അത്ര ഭംഗിയില്ല, അല്ലെങ്കിൽ ഭയങ്കര ഭംഗിയല്ലേ ചായച്ചപ്പ് ഇങ്ങനെ നിൽക്കുന്നതാണുമ്പോൾ. അത് ഞങ്ങൾ നടന്നിട്ടാണ് കേട്ടോ പോകുന്നത് എല്ലാവരും കൂടെ. നമുക്ക് ഓട്ടോറിക്ഷയും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓട്ടോറിക്ഷ കിട്ടിയാലും നമ്മൾ നടന്നു പോകാന്നുള്ളൊരു കമ്പത്തിലാണ് കേട്ടോ പോയത്. പിന്നെ നേരെ പോയത് ഈ മനുഷ്യൻ ഞങ്ങളെയും കൊണ്ട് പോയത് ഹോട്ടലിലേക്കാണ് കേട്ടോ പോയത്. അതിൽ മുന്നേ ഞങ്ങൾ കടയിൽ കയറി കുഞ്ഞാപ്പൂനൊരു ചുമേൻ്റെ സിറപ്പ് വാങ്ങിച്ചു. പിന്നെ എനിക്കൊരു പാൻറ്റ് വാങ്ങിക്കണമായിരുന്നു, അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇതാ നേരെ കടയിൽ കയറിയിട്ടുണ്ട്. അന്നേരം ഇവിടുത്തെ ഒരു സ്പെഷ്യൽ കോംബോ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കയറ്റിയത് കേട്ടോ. അതായത് ഇത് കാറിൻ്റെ ചിത്രമുണ്ട് പുറകിൽ. അന്നേരം ഈ കടയിൽ ഈ കടയിൽ തന്നെയാണ് ഞങ്ങൾ കയറല്. പക്ഷേ ഇത് ഇപ്പുറത്തേക്ക് ചെറിയൊരു ഇതും കൂടെ എടുത്ത് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല കേട്ടോ ഇത് സംഭവം. അതായത് ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യലാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തന്നെ അപ്പുറത്തെ ഇതിൻ്റെ കടയിൽ കിട്ടത്തില്ല. ഇതിൻ്റെ കട തന്നെയാണ്, ഇവരെ കട തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ കിട്ടത്തില്ല, ഇവിടെ മാത്രമേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് പത്തലാണ് കേട്ടോ, നമ്മൾ അരിപ്പത്തലില്ലേ, അതാണ് സംഭവം. ഇതിൻ്റെ അകത്ത് നമ്മൾ മീൻകറിയും ബീഫൊക്കെ കൂട്ടിയല്ലേ ഇത് കഴിക്കുക. ഇതിൻ്റെ കോംബോ എന്ന് പറയുന്നത് ഈ മുളക് ചമ്മന്തിയാണ് കേട്ടോ. ഒന്ന് എരിവുള്ള ചമ്മന്തിയും ഒന്ന് മധുരമുള്ള ചമ്മന്തിയാണ് കേട്ടോ. അത് നല്ല കോംബോയാണ് കേട്ടോ. ഇത് കട്ടൻ ചായ ഇരിക്കുന്നത് എൻ്റെതാണ് കേട്ടോ, ഞാൻ പാൽ ചായ കുടിക്കാറില്ല. പിന്നെ അതൊക്കെ കഴിച്ച് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞാപ്പൂക്കുട്ടിക്ക് കഫക്കെട്ടിന് ഒരു കുറവുണ്ടായിരുന്നിട്ടില്ല, നല്ല കഫക്കെട്ട് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ തന്നെ വീണ്ടും യാത്രയായി ഹോസ്പിറ്റലിലേക്ക്. ഉച്ചവരെ ഉള്ളൂ ക്ലിനിക്ക്, 12 മണി വരെ ഉള്ളൂ കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലെ വേഗം കുറച്ച് പണികളൊന്നും ഒതുക്കി വെച്ചിട്ട് ഒരു 9 മണി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പോയിട്ടാ. അതാണ് ക്ലിനിക്ക്, തലപ്പുഴയുള്ളൊരു ക്ലിനിക്കാണ്. അത്യാവശ്യം നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. ഒരു ദിവസമൊക്കെ നമുക്ക് കിടത്തി ചികിത്സയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം പെട്ടെന്ന് എമർജൻസി ഒക്കെ വന്നാൽ പെട്ടെന്ന് വരാം കേട്ടോ. അങ്ങനെ ഒരു ഉപകാരമാണ്. നമുക്ക് 2 ക്ലിനിക്ക് ഉണ്ട് ഇവിടെ. അന്നേരം അതാണ് ഒരു കാര്യമുള്ളത്, നമുക്ക് ടൗണിൽ തന്നെ പെട്ടെന്ന് ഓടി വരാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് അക്വേറിയം കാര്യങ്ങളുണ്ട് കേട്ടോ. അന്നേരം ഇവിടെ നിന്ന് ഇപ്പോൾ തിരക്ക് കുറവാണ്, ഞായറാഴ്ച ആയതുകൊണ്ട്. അല്ലാത്ത പക്ഷം നല്ല തിരക്കുകളുണ്ടാവും കേട്ടോ. ആരതാ കുഞ്ഞാപ്പൂക്കുട്ടിക്ക് ആവി പിടിക്കുന്നുണ്ട്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് കേട്ടോ കുഞ്ഞാപ്പൂക്കുട്ടി ആവി പിടിക്കുന്നത്. കാരണം അവളൊരു കുഞ്ഞു വാവ, 1 വയസ്സൊക്കെ ഉള്ളപ്പോൾ ആണോ അതിൽ മുന്നെയാണെന്ന് എനിക്കറിയില്ല ആവി പിടിച്ചിട്ടുള്ളത്. അതിനുശേഷം ആവി പിടുത്തം ഇല്ലായിരുന്നു കേട്ടോ. കഫക്കെട്ട് അങ്ങനെ വരൽ കുറവാണ്. വന്നാൽ തന്നെ ചെറിയ രീതിയിൽ വന്നങ്ങ് പോകുന്നല്ലാണ്ട് ഇത്ര കാര്യമായിട്ട് വന്നിട്ടില്ല കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ്. ഇതിപ്പോൾ ആൻറ്റിബയോട്ടിക് എടുക്കേണ്ട അവസ്ഥയായി. ചെറിയ തോതിലൊരു ഇൻഫെക്ഷൻ പോലെ ആയിട്ടുള്ളൂ. പക്ഷേ ആൻറ്റിബയോട്ടിക് എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആൻറ്റിബയോട്ടിക് എടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ദിവസവും അങ്ങനെ കഴിഞ്ഞ് പോയി. ആ ദിവസം കഴിഞ്ഞ് പോയിട്ടില്ല, ആ ദിവസത്തെ ഉച്ചയ്ക്കുള്ള വീഡിയോ ഉണ്ട്. രാവിലെ ഞങ്ങൾ ഹോസ്പിറ്റലൊക്കെ പോയി വന്നു. പിന്നെ കറിയൊക്കെ വെച്ചു. കുഞ്ഞാപ്പൂക്കുട്ടി ഒരു നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റിട്ടാണ് കല്യാണത്തിന് പോണേ. അന്നേരത്തേക്ക് സമയം ഏകദേശം ഒരു 1:30 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞാപ്പൂക്കുട്ടി എണീക്കുമ്പോൾ തന്നെ 1 മണിയൊക്കെ ആവാനായി. അവൾക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, മരുന്നൊക്കെ കുടിച്ച്. കുറേ നാളെ ഞങ്ങൾ ഇംഗ്ലീഷ് മരുന്ന് അങ്ങനെ കൊടുക്കാറില്ല അവൾക്ക്. പക്ഷേ ഇത് പിന്നെ ഇങ്ങനെ ആയതുകൊണ്ട് കൊടുക്കാണ്ട്. ചുമ സഹിക്കാൻ പറ്റില്ല, നമുക്ക് കാണുന്നവർക്കും ചുമയ്ക്കുന്ന അവർക്കും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് മരുന്ന് കാണിച്ചത്. പിന്നെ നേരെ കല്യാണത്തിന് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. ഞങ്ങൾ പോകുമ്പോഴത്തേക്കും താലികെട്ടും കഴിഞ്ഞ് പെണ്ണും ചെക്കനൊക്കെ പോയി. അത് നമ്മൾ അനിയൻ കക്ഷിയാണ് കേട്ടോ. അനിയൻ്റെ ഭാര്യയുണ്ട്. അന്നേരം അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അന്നേരം അവനെ ഞാൻ വീഡിയോയിലെടുത്ത് പറഞ്ഞു, വീഡിയോ എടുക്കുമ്പോൾ പറയൂ ഞാൻ സ്ലോ മോഷനിൽ കഴിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. അന്നേരം ഞങ്ങളിത് ആ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഞാൻ വെറും ചോറ് സാമ്പാറൊക്കെയാണ് കഴിച്ചത്. പിന്നെ ഇവരെല്ലാവരും ബിരിയാണി കഴിച്ചു. അന്നേരം ആളും തിരക്കൊക്കെ ഒഴിഞ്ഞു. ഇപ്പോൾ പെണ്ണ് വീട്ടുകാർ വിരുന്ന് വിളിക്കാൻ വേണ്ടി പോകാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു നേരെ ഇങ്ങോട്ട് പോരുകയാണ് കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ ആങ്ങളെയും പെങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ കുഞ്ഞൂട്ടന് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ ആരെയും കണ്ടില്ലായിരുന്നു, അടി കൂടി പോയതാണ്. തിരിച്ചു വരുമ്പോൾ അവന് ബിരിയാണിയൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോൾ വിശപ്പൊക്കെ മാറിയപ്പോൾ അവൻ എല്ലാവരെയും കണ്ടത്. അന്നേരം കുഞ്ഞാപ്പൂന്
അപ്പൂൻ്റെ കൈയും പിടിച്ച് രണ്ടും കൂടെ അതങ്ങനെ വരുന്നുണ്ട് കേട്ടോ. നല്ല വെയിലിന് നല്ല ചൂടാണ് കേട്ടോ. വീട്ടിലെത്തുമ്പോഴത്തേക്ക് കുറച്ച് ഇച്ചിരി നടക്കാനുള്ളൂ. അത് നടന്നപ്പോഴത്തേക്ക് നല്ല ക്ഷീണം പിടിച്ചു. പിന്നെ ഇതാ ഞാൻ അച്ചാർ 2 ദിവസമായി അച്ചാർ പരിപാടി തുടങ്ങിയിട്ട്. ഇന്നലെയാണ് കേട്ടോ അച്ചാർ പരിപാടിയൊക്കെ മൊത്തത്തിൽ രാത്രിയാണ് അച്ചാറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തണുക്കാൻ വേണ്ടി വെച്ചു. കുപ്പിയിലൊക്കെ ഒന്ന് ആക്കി വെക്കുന്നുണ്ട്. നല്ല അടിപൊളി മാങ്ങച്ചാർ. ഇനി ഇതിപ്പോൾ സ്കൂൾ തുറക്കേണ്ട താമസം കുപ്പിയൊക്കെ പെടപെടേന്നിട്ട് കാലിയാവും. അന്നേരം കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും കിട്ടണില്ല. പൊന്നൂസിന് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഫോൺ ഫ്രീ ആയിട്ട് അധികം കിട്ടാത്തതുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ കുറയുന്നത്. അന്നേരം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറന്നു പോവുക. ലോങ് വീഡിയോ അതുകൊണ്ടാണ് ഇടയ്ക്കും തിരക്കൊക്കെ വരുന്നത് കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല. അച്ചാർ ഇതാ 2-3-4 കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. അന്നേരം ഇനി കുറച്ചും കൂടി ഇടണം. ഇവർക്ക് ഇങ്ങനെ എരിവുള്ള അച്ചാറിനോട് ഇഷ്ടമല്ല, ഇവർക്ക് മധുരമുള്ള അച്ചാറാണ് ഇഷ്ടം കേട്ടോ കുട്ടികൾക്ക്. അന്നേരം കുറച്ചിനി ഇവർക്ക് മധുരം ഇട്ടിട്ട് ആക്കി കൊടുക്കണം. ഇത് ഞാൻ അധികം മധുരം ഇട്ടില്ല, ചെറിയൊരു ഇത് ഇട്ടിട്ടുള്ളൂ. അന്നേരം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.